പാമ്പിനെ ഭയപ്പെടുത്തുന്ന ജീവിയെന്ന് നാം മുദ്ര കുത്തുമ്പോൾ അതിഥി എന്ന വിശേഷണം നൽകി അവരുമായി ഇടപഴകുന്ന വ്യക്തിയാണ് ബാബ സുരേഷ്. അന്നും ഇന്നും വീട്ടിലോ പറമ്പിലോ പാമ്പിനെ കണ്ടാൽ ആദ്യം എല്ലാവരും രക്ഷിക്കായി വിളിക്കുന്നത് ബാബ സുരേഷിനെയാണ്. വലിയ പഠനം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. തന്നെ കടിച്ച പാമ്പുകളെ പോലും സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ബോധവൽക്കരിക്കുകയും ചെയ്ത പാമ്പ് പിടുത്തക്കാരൻ. ഇപ്പോഴിതാ എവിടെയും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത തൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ പങ്കുവെക്കുകയാണ് സുരേഷ്. പട്ടിണി കിടന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് അടക്കം അദ്ദേഹം വെളിപ്പെടുത്തി. ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ ഞാൻ അനുഭവിച്ച പട്ടിണിയാണ്. ഞാൻ മാത്രമല്ല അനിയത്തി, 2 ചേട്ടന്മാർ, അച്ഛൻ, അമ്മ, അമ്മയുടെ അച്ഛൻ എല്ലാവരും ഒരുമിച്ചായിരുന്നു താമസം. അമ്മയുടെ അച്ഛന് കാഴ്ചയില്ലായിരുന്നു. അയൽപക്കത്ത് നിന്ന് കിട്ടുന്ന ചക്കയും മാങ്ങയും കപ്പയുമെല്ലാം തിന്ന് വിശപ്പടക്കിയ കാലമുണ്ട്. ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും ആർക്കും അറിയില്ല. പക്ഷേ എവിടെയും പോയി ആഹാരത്തിനു വേണ്ടി കൈനീട്ടില്ല. എല്ലാവരെയും പാമ്പിനെ പിടിക്കുന്ന വാവ സുരേഷിനെ മാത്രമേ അറിയൂ. ഇതൊന്നുമായിരുന്നില്ല എൻ്റെ ജീവിതം. വീട്ടിൽ പഠിക്കാൻ അല്പം പോലും മോശം ഞാനായിരുന്നു. 6-ാം ക്ലാസ് മുതൽ അടുപ്പുള്ള വീട്ടിൽ പണിയെടുക്കാൻ പോവുമായിരുന്നു ഞാൻ. അന്ന് 5 രൂപ പ്രതിഫലമായി കിട്ടുമായിരുന്നു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണ് പഠിച്ചിരുന്നത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കല്ലുംപാറയിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോയി. പത്രമിടാൻ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന ശേഷം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ തുണി വരെ അലക്കേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടാകേണ്ടി വന്നു. ഇതൊന്നും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. അവസാനം എൻ്റെ വീട്ടിൽ തുടരാൻ കഴിയാതെ ഞാൻ രാത്രിക്ക് രാത്രി അവിടെ നിന്നും തിരികെ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ. പാമ്പ് പിടിക്കാൻ ചെല്ലുന്ന ആളുകളെ സ്നേഹം കാണിക്കുന്ന അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രമാണ്. അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചു. നന്നായി ചികിത്സിക്കാനോ നോക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അനിയത്തിയുടെ 2 കിഡ്നിയും തകരാറാണ്. ഹാർട്ടിന് പമ്പിങ്ങും കുറവാണ്. ഇതെല്ലാം കൊണ്ട് എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ചെറുപ്പം മുതൽ എനിക്ക് പക്ഷികളോടും മൃഗങ്ങളോടും താല്പര്യമായിരുന്നു. 250ഓളം പ്രാവുകളെ വളർത്തിയിരുന്നു. 13 വയസ്സ് മുതലാണ് പാമ്പിനെ പിടിച്ചു തുടങ്ങുന്നത്. ആദ്യം മൂർഖനെയാണ് പിടിച്ചത്. അതിനെ കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അമ്മ കണ്ടോടെ വലിയ പ്രശ്നമായി, അടിയും കിട്ടി. അമ്മ തല്ലണമെങ്കിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പാമ്പുകളെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും പാമ്പുകളുടെ അടക്കം 1000-ത്തിലധികം മുട്ട വിരിയാറുണ്ട്. എനിക്ക് കടി കിട്ടുമ്പോൾ മാത്രമേ അത് വാർത്തയാകുന്നുള്ളൂ. ഇതിനോടകം നിരവധി പാമ്പ് പിടുത്തക്കാർക്ക് കടി കിട്ടിയിട്ടുണ്ട്. പാമ്പിനെ പിടിക്കാൻ പോയാൽ 500, 600, 1000 രൂപയാണ് നമുക്ക് കിട്ടുന്നുള്ളത്.